ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലച്ചൂസ് മലയാളം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ചെമ്പരത്തിൻ്റെ ജെല്ലാണ് കേട്ടോ. അപ്പോൾ ചെമ്പരത്തിൻ്റെ ജെല്ല് നിങ്ങൾക്കറിയാലോ, നമുക്ക് മുഖത്ത് പുരട്ടാനും പിന്നെ നമ്മുടെ മുടിയിൽ പുരട്ടാനും ഒക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉണ്ടാക്കേണ്ടത് നല്ല തിളപ്പിച്ച വെള്ളം എടുത്തുകൊണ്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ചെമ്പരത്തി, മരുന്ന് ചെമ്പരത്തി എന്ന് പറയും, ചുവന്ന ചെമ്പരത്തി, 5 ഇതൾ ചെമ്പരത്തിയാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് എത്രയാണോ നമ്മൾ എടുക്കുന്നത്, എത്രയാണോ ക്വാണ്ടിറ്റി എടുക്കുന്നത് അത്രയും നല്ലതാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഏറ്റവും നല്ലത് അതാണ്, മരുന്ന് ചെമ്പരത്തി എടുക്കുന്നതാണ് നല്ലത്. എന്നതിന് ശേഷം ആ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇട്ടതിന് ശേഷം ഒരു 4-5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ തന്നെ സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുക ആദ്യം. ഇതിന് ശേഷം ഉണ്ടോ, ഇപ്പോൾ തന്നെ അതിലേക്ക് നന്നായിട്ട് നമ്മുടെ ചെമ്പരത്തിൻ്റെ കളേഴ്സും കാര്യങ്ങളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. ഇതിന് ശേഷം ഒരു 4-5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഒന്നും കൂടി തുറന്ന് നോക്കുമ്പോൾ കണ്ടോ, അപ്പോൾ എല്ലാ ഇതിലുള്ള എല്ലാ മൊത്തം ഗുണങ്ങളും കളേഴ്സും മൊത്തം നമ്മൾ ആ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതിന് ശേഷം ഇനി നമുക്ക് ഇതളുകൾ ആവശ്യമില്ല കേട്ടോ, കാരണം അതിലുള്ള ഗുണങ്ങളൊക്കെ നമ്മുടെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തത് വേണ്ടത് നമ്മൾ മൊത്തമായിട്ട് ഇതളുകളൊക്കെ ഒന്നെടുത്ത് ആ വെള്ളത്തിൽ നിന്ന് മാറ്റുക. കാരണം ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഇനി വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക, അരച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷെ ഞാനിത് യൂസ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മളിത് മൊത്തം എടുത്ത് മാറ്റിയതിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക. അടുത്തത് നമുക്ക് വേണ്ടത് ഇത് നമുക്ക് ജെല്ലാക്കി മാറ്റണമല്ലോ. അപ്പോൾ ജെല്ലാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സാന്തങ്കമ്മാണ് നമുക്ക് വേണ്ടത് കേട്ടോ. സാന്തങ്കമ്മ് കഴിഞ്ഞ പ്രാവശ്യം സാന്തങ്കമ്മ എന്താണെന്ന് ചോദിച്ചിട്ട് പറഞ്ഞിട്ട് അറിയാത്ത കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർക്ക് ഞാൻ ഇത് കാണിച്ചു തരുന്നുണ്ട് സാന്തങ്കമ്മ എന്താണെന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചെമ്പരത്തീൻ്റെ ഇതളുകൾ മൊത്തം മാറ്റി കഴിഞ്ഞതിന് ശേഷം കണ്ടോ, ആ ചെമ്പരത്തീൻ്റെ മൊത്തം ഗുണങ്ങളും കണ്ടോ, ആ ഒരു ചെമ്പരത്തിൻ്റെ കളർ മൊത്തമായിട്ട് നമ്മുടെ ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത് നമുക്ക് വേണ്ടത് ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞതുപോലെ തന്നെ സാന്തങ്കമ്മാണ് കണ്ടോ. സാന്തങ്കമ്മ ഇത് നമുക്ക് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് ഇതൊരു തിക്കിങ് ഏജൻറ്റാണ്. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കഴിക്കാനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി കുറച്ച് ഒരു 2 സ്പൂണിൻ്റെ അടുത്ത് ഞാനിത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്കിനി ഒരു പാത്രത്തിലേക്ക്, ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു പാത്രത്തിലേക്ക് ഇട്ടതിന് ശേഷം കുറച്ച് ഗ്ലിസറിൻ അതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ. ഗ്ലിസറിൻ ആഡ് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ ഏകദേശം ഇത് മിക്സ് ചെയ്യാനുള്ള ആവശ്യത്തിനുള്ള ഗ്ലിസറിനാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. കാരണം നമ്മളിപ്പോൾ ആ ഒരു ജെല്ലിലേക്ക് എത്രയാണോ നമുക്ക് ആവശ്യമുള്ളത് അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എന്നതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ആ ഒരു നമ്മളിപ്പോൾ എടുത്ത് വെച്ച വെള്ളം ഉണ്ടല്ലോ, ചെമ്പരത്തിൻ്റെ എക്സ്ട്രാക്റ്റും കാര്യങ്ങളൊക്കെ മീൻസ് എല്ലാ ഇതും അടങ്ങിയിട്ടുള്ള ആ ഒരു വെള്ളം ഉണ്ടല്ലോ, നമ്മളിപ്പോൾ തിളപ്പിച്ചെടുത്തേ ആ വെള്ളം എടുത്തതിൻ്റെ ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് നമ്മൾ വേണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇതിലേക്ക് വേറെ കാര്യങ്ങളൊക്കെ ഇടാം കേട്ടോ. വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സുകൾ ഇടാം. പിന്നെ എന്ന് പറയണമെങ്കിൽ കാസ്റ്റർ ഓയിൽ യൂസ് ചെയ്യാം. നമുക്ക് പിന്നെ എന്ന് പറയണമെങ്കിൽ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന എണ്ണ ഉണ്ടല്ലോ, അത് നമുക്കിതിലേക്ക് ഒഴിക്കാം. എല്ലതും അങ്ങനെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് നല്ല നല്ല രീതിയിൽ ടിപ്സായിട്ടും ട്രിക്സായിട്ടും ഒക്കെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് നന്നായിട്ട് ഇതിപ്പോൾ ഈ ഒരു ഇതിൽ നിൽക്കണം, അല്ലെങ്കിൽ കട്ട പിടിച്ച് കഴിഞ്ഞാൽ ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മൾക്ക് ആ ഒരു ഇത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഒഴിക്കുക. ആ ഒരു വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കുമ്പോൾ അത് അപ്പം തന്നെ നമുക്ക് ആ ഒരു ജെല്ലായി മാറുന്നത് കണ്ടോ. ഇനി ബാക്കിയുള്ളതും കൂടെ അതിലേക്ക് ഒഴിക്കുക, എന്നിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. നമ്മളതൊരു ലൈറ്റ് കളറായിട്ട് മാറിയിട്ടുണ്ടാവും ഇപ്പോൾ തന്നെ കേട്ടോ. നന്നായിട്ട് ബീറ്റ് ചെയ്ത് വരുമ്പോൾ നന്നായിട്ട് നമ്മൾ ആ ഒരു നമ്മളെ മുടിയിൽ തേക്കാനും പിന്നെ എന്താ പറയുക, മുഖത്ത് നമ്മൾ ചുണ്ടിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ, മുഖത്തിനാകുന്ന പിഗ്മെൻറ്റേഷൻ അതൊക്കെ മാറാൻ ഏറ്റവും നല്ലതാണ് നമ്മൾ ഈ ചെമ്പരത്തി ജെല്ല് കേട്ടോ. പിന്നെ മുടിയിൽ അപ്ലൈ ചെയ്യാം. നമുക്ക് ഈ ദൂരയാത്രയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്, അതായത് ഹോസ്റ്റലിലൊക്കെ നിൽക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, ചിലർക്ക് ഈ ഷാമ്പൂസൊക്കെ യൂസ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്ക് ചെമ്പരത്തി ഇതുപോലെ ഉണ്ടാക്കിയാണ്ട് നമുക്ക് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോകാം കേട്ടോ. ഇതിൽ ഞാൻ
പ്രിസർവേറ്റീവ്സ് ചേർക്കുന്നുണ്ട്. കാരണം എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജ് ഇല്ലാത്ത കാരണം ഞാൻ പ്രിസർവേറ്റീവ്സ് ചേർത്തതിന് ശേഷം മാത്രമേ എടുത്ത് വെക്കാറുള്ളൂ. അപ്പോൾ അധികമായിട്ടൊന്നും യൂസ് ചെയ്യുന്നില്ല, കുറച്ച് യൂസ് ചെയ്താൽ മതി. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് ഉള്ള മാറ്റം നമുക്കുണ്ടാകും. അപ്പോൾ പ്രിസർവേറ്റീവ്സ് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പുറത്ത് തന്നെ ഒരു കണ്ടെയ്നറിലാക്കി വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഞാൻ അതിൽ പ്രിസർവേറ്റീവ്സ് ചേർത്തത് ഞാൻ സ്കിപ്പാക്കിയിട്ട് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് വീഡിയോ മിസ്സായിപ്പോയി. അതുകൊണ്ട് എനിക്കത് എടുക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ. എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ നന്നായിട്ട് ബീറ്റ് ചെയ്യണം. കാരണം നമ്മൾ ആ ഇട്ട എല്ലാ സംഭവങ്ങളും ആ ഒരു ജെല്ലിലേക്ക് മൊത്തമായിട്ടാവണം. നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഈ എന്താ പറയുക, ചെമ്പരത്തി യൂസ് ചെയ്യുന്നത് പോലെ തന്നെ കറ്റാർവാഴ ഉണ്ടല്ലോ, കറ്റാർവാഴയും ഈ ഒരു ചെമ്പരത്തിയും കൂടെ രണ്ടും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് ഒന്നും കൂടെ ലൈറ്റ് കളറായിട്ടാണ് വന്നത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വേറൊരു ദിവസം രണ്ടും കൂടെ ഉള്ളൊരു വീഡിയോ ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ മാറ്റങ്ങൾ വരുന്നത്, എങ്ങനെയൊക്കെ ഇത് ഇങ്ങനെ യൂസ് ചെയ്യുന്നതിനേക്കാളും ഒന്നും കൂടെ ബെനിഫിറ്റ് കിട്ടുക നമുക്ക് എന്താ പറയുക, കറ്റാർവാഴയും കൂടെ മിക്സ് ചെയ്ത് ചെയ്യുമ്പോൾ ഒന്നും കൂടെ നല്ല അടിപൊളിയായിട്ട് കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ മുഖത്ത് തേക്കാനുള്ള ആൾക്കാർക്ക്, ഇനിയിപ്പോൾ ചിലർ കറ്റാർവാഴയ്ക്ക് അലർജിയുള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ കറ്റാർവാഴ യൂസ് ചെയ്യാത്ത സ്കിപ്പ് ചെയ്തുകൊണ്ട് ഇത് മാത്രമേ യൂസ് ചെയ്ത് കുറേ ഇളക്കി കഴിയുന്ന സമയത്ത് നമ്മളിപ്പോൾ ഒരു കളറാക്കി വെള്ളം കിട്ടി ഇതൊരു ലൈറ്റ് കളറായിട്ട് മാറുകയാണ്. ആ ഒരു വാങ്ങിയിട്ടുണ്ടായിരുന്നു കളർ പറയുകയാണെങ്കിൽ നമ്മളത് ലൈറ്റ് കളറായിട്ട് മാറും. ഞാൻ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് വിളിച്ച് ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ മനസ്സിലാക്കി നമുക്ക് ഞാൻ ആ ഒരു രീതിയിലായി നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനത് വൃത്തിയിലൊരു പാത്രത്തിലേക്ക് ഈ ഒരു വീഡിയോയിൽ എത്രത്തോളം അത് ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കൊണ്ട് അപ്പോൾ മനസ്സിലാവും. ആവശ്യത്തിന് സമയത്ത് എങ്ങനെയാണ് ആ ഒരു വേറെ കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ. ജെല്ല് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കണ്ടെയ്നറിലേക്ക് ആക്കി വെക്കണം കേട്ടോ. നല്ലൊരു ഓൾറെഡി പറഞ്ഞു ഞാനതിലേക്ക് ലൈക്ക് ചെയ്യാൻ ചേർത്തിട്ട് മാക്സിമം ലൈക്ക് ചെയ്യാതാരും പോകരുത്. അപ്പോൾ അതിനനുസരിച്ച് ചേർക്കാത്ത ആൾക്കാർക്ക് ചേർക്കേണ്ട ആവശ്യമില്ല. ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം, അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് യൂസ് ചെയ്യുകയാണെങ്കിൽ 2 ആഴ്ചയാണല്ലോ സംശയം യൂസ് ചെയ്യുന്നുള്ള ഒരു തൃപ്തി. കുറേ കാലം ഫ്രിഡ്ജിൽ താഴ്ഭാഗത്ത് വെക്കരുത്. താഴ്ഭാഗത്ത് വെക്കുകയാണെങ്കിൽ ഏറി വന്നാൽ ഒരാഴ്ചയോ ഒന്നെങ്കിൽ 4-5 ദിവസത്തെ കിട്ടുള്ളൂ. ഇത് കണ്ടോ, അല്ലെങ്കിൽ സംഭവം കുറച്ച് ലൂസ് ആവാൻ ചാൻസ് ഉണ്ട്. കേടുവരും, കുറേ പ്രശ്നങ്ങൾ ഫ്രീസറിൽ തന്നെ എടുത്തേക്കാൻ വേണ്ടി ശ്രമിക്കുക. അതാണ് ലൈറ്റ് കളറിലേക്ക് ആയിട്ട്. അപ്പം നമ്മളത് സാന്തങ്കമ്മ നമ്മളെല്ലാവരോടും നല്ലൊരു കണ്ടെയ്നറിലാക്കി വെക്കണം ഏറ്റവും ബെറ്റർ. പിന്നെ നമുക്ക് ഇങ്ങനെ തന്നെ ഒരു പാത്രത്തിലാക്കി വെക്കുന്ന സമയത്ത് മൂടി അതിലായിട്ട് വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ നമ്മളെ ഈ ഒരു ജെല്ലിന് കിട്ടും. ഇനിയിപ്പോൾ പുറത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാക്കി ഞാൻ ആർക്കെങ്കിലും നമ്മുടെ ഈ ഒരു ജാമു എന്നാ പറയാൻ നമ്മുടെ ഈ ഒരു എന്താണ് ചെമ്പരത്തി ജെല്ല് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഞാൻ നമ്പർ കൊടുക്കാൻ താഴെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് ആൻഡ് സിൽക്കി ആയിട്ട് നിൽക്കുന്നതാണ്. ഇത് മാത്രമല്ല നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഷാമ്പൂ, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. താല്പര്യമുള്ളവർക്ക് വിളിക്കാം. വേറൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും എന്താ പറയുക, കമന്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇടാൻ വേണ്ടി ശ്രമിക്കുക. ലൈക്ക് ചെയ്യാൻ വേണ്ടി മറക്കരുത്. മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വേറെ ഒരു വീഡിയോയിൽ അടിപൊളി വീഡിയോ ഇട്ട് നമുക്ക് വേറെ കാണാം. നല്ല അടിപൊളിയായിട്ട് കിട്ടുന്ന വെള്ളിയാഴ്ച ഇതേ സമയം പറയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ കമന്റ് എന്തെങ്കിലും കമന്റ് ഒക്കെ ഒന്ന് ഇടൂ, അപ്പോഴല്ലേ നല്ല രസം ഉണ്ടാകുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ഡിയർ ഫ്രണ്ട്സ്.